നമുക്ക് 3 പഴം വെച്ചിട്ട് നല്ലൊരു കിടിലൻ പഴംപൊരി ഉണ്ടാക്കാം. ഇത് പഴുത്ത് കറുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഉള്ളിലൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ കവറിങ്ങിന് തോലിനാണ് കറുപ്പ് നിറം വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിന് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ തോലൊക്കെ മാറ്റി നല്ല ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല പഴം 3 പഴമുണ്ട്. നമ്മളിതിൻ്റെ കവറിങ്ങിന് തോലൊക്കെ മാറ്റിയിട്ടുണ്ട്, നല്ല ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കട്ടോ. കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നടു കട്ട് ചെയ്തിട്ട് 6 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഇനി പഴംപൊരി പൊരിക്കാനുള്ള രൂപത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്ക് റൗണ്ടിലാണെങ്കിൽ റൗണ്ടിലെടുക്കാം, നീളത്തിലാണെങ്കിൽ നീളത്തിലെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൈദ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മൈദ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ മൈദ, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായി പഴം കട്ട് ചെയ്ത് വെച്ച പഴം ഇതിൽ കൂട്ടിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സൈഡായി മറ്റേ സൈഡ് ഇട്ടിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറായ നമുക്ക് ഒരു സാസറിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എണ്ണ നല്ല വറ്റിയതിന് ശേഷമാണ് നമ്മൾ മാറ്റേണ്ടത്. എല്ലാം നല്ല വറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്.